അപ്പോൾ നമ്മൾ ചാനലിൻ്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. എൻ്റെ ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എനിക്കെങ്ങനെയാണ് തുടങ്ങേണ്ടത് അറിയില്ല. അപ്പോൾ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു FC മൊബൈൽ ഒരു ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത്. ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. അതെന്ന് വെച്ചാൽ കളിക്കുമ്പോൾ നമ്മൾ സ്പ്രിൻ്റ് അടിച്ചിട്ട് പോയല്ലേ, അങ്ങനെ സ്പ്രിൻ്റ് അടിക്കാതെ സാധാ മൂവിൽ നമ്മൾ ഒരു കളി ജയിക്കണം എന്നതാണ് ഇന്നത്തെ എൻ്റെ ചലഞ്ച്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചലഞ്ച് ഇടാം. ഞാൻ അതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് അടുത്ത വീഡിയോയിൽ കളിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലൈക്കും അടിച്ചു പിടിക്കാം. അപ്പോൾ നമുക്ക് ചലഞ്ചിനായി ഒരു മാച്ച് വേണം. ഓക്കെ, ഇപ്പോൾ പുതിയ ഇവൻ്റൊക്കെ വന്നിട്ടുണ്ട്. ഇതൊന്നും വേണ്ട. ഇതിലാണ് മാച്ച് ഞാൻ കളിക്കുന്നത്. എൻ്റെ ടീം നിങ്ങൾക്ക് ആദ്യം എൻ്റെ ടീം കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് എൻ്റെ ടീം എന്ന് പറയുന്നത്, മെയിൻ ടീം. അപ്പോൾ ഇവൻ ചീസ LW ആണ്, പക്ഷേ LB വെച്ചൊന്നും ഇല്ലു. ഇവൻ ശരിക്കും 101 കേട്ടോ. ഡിബാല 99. ഓക്കെ, ഇതെല്ലാം എൻ്റെ ടീം. അപ്പോൾ രണ്ടാമത്തെ ടീം വെച്ചാൽ ഇതാണ് രണ്ടാമത്തെ ഹൈ OVR ഉള്ള ടീം. മൂന്നാമത്തെ ടീം ഇതും. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഈ ടീമിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് മാച്ചിലേക്ക് പോകാം. ഡൈനസ്റ്റീസ് ഇവൻറ്റിലാണ് മാച്ചുള്ളത്. അതെ, ചെൽസിയറൊക്കെയുള്ള മാച്ചിലാണ് നമ്മൾ സ്പ്രിൻ്റ് അടിക്കാതെ ജയിക്കാൻ നോക്കുന്നത്. അപ്പോൾ എന്തായാലും കളി വെക്കാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഫിഫ എന്താ അറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ പല വീഡിയോകളും കാണും. അപ്പോൾ ഇതാണ് എൻ്റെ ടീം. മറ്റവരുടെ ടീം നോക്കാം. 95. ഇവർ ഇങ്ങനെയാണ്, ചെറിയ പ്ലേയേഴ്സ് ആയിരിക്കും, പക്ഷേ OVR ബില്ലത്. അപ്പോൾ നമുക്ക് എന്തായാലും കളി തുടങ്ങാം. ഫസ്റ്റ് തന്നെ സലാഹ്. അപ്പോൾ സ്പ്രിൻ്റ് അടിച്ചുവിടാം. ഓക്കെ, സ്പ്രിൻ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഈ ഒരു മാച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. കാരണം ഈ മാച്ച് ചെറുങ്ങനായിട്ട് ലാഗ് അടിക്കുന്നുണ്ട്, ചെറുതായിട്ട് ലാഗ് അടിക്കുന്നുണ്ട്. അവരുടെ ഗോളി എഡേഴ്സൺ തന്നെയാണ്. എൻ്റെ ഗോളി എഡേഴ്സൺ, അതാ എൻ്റെ ഫാൻസൊക്കെ. അപ്പോൾ റൊണാൾഡീനോ അങ്ങനെ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ഗോള്. കളി തുടങ്ങിയതിൽ നമ്മൾ ഗോൾ അടിച്ചത്. ഇവർ ചട്ട ടീമായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഗോൾ അടിക്കാഞ്ഞത്. എന്താ ലാഗ്, സമയം വെറുതെ വിടാം, അപ്പോൾ ലാഗ് പോകും. ഓക്കെ, ചെറുങ്ങനെ മാറി അതര കൊണ്ടില്ല. എനിക്ക് കളിക്കുമ്പോൾ എന്തോ ആന്ന് കേട്ടോ. ഓക്കെ, വീര ഒന്നും മനസ്സിലാവുന്നില്ല. ഭഗവാനെ, ഞാൻ എഴുന്നല്ലോ സ്കില്ല് ഇറക്കുന്നു. കോർണറാണ്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അതാ എൻ്റെ ഗോളിയാണ് കോർണർ അടിക്കുന്നത്. നേരെ അവർക്ക് കിട്ടിയെങ്കിൽ മയ ഹണ്ടറിന് അടിക്കാൻ കഴിഞ്ഞിട്ടാ. റൊണാൾഡീനോ സ്റ്റക്കാറാ. ഇങ്ങനെ അതാ പോയി. ഞാൻ കുറച്ച് സമയം വിടാം, ഓട്ടോ ആവട്ടെ. ജസ്റ്റ് ഇതൊക്കെ നിൽക്കാം. അടുത്ത് കമ്പനി വീഴല്ല. പോയി. അടുത്ത ആൾ കമ്പനിക്ക് പോവോ. അത് ഞാൻ കളിക്കാത്തതുകൊണ്ടാണ് അവർക്ക് ഗോളായ. സാറല്ല, നമുക്ക് തന്നെ അടിക്കാം. ഓക്കെ അല്ലേ. ഓക്കെ, ലാഗൊക്കെ മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും മുട്ടാം. ഓക്കെ, ലാഗ് മാറിയിട്ടുണ്ട്. നല്ലൊരു പാസ്സായിരുന്നു. അത് വീണ്ടും കോർണറിലേക്ക്. ഇവന് കൊടുക്കണം. ഇങ്ങനൊരു ഷോട്ട്. ഏതാ ബൈസൈക്കിള്, അതൊന്നുകൂടി കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അതാ എൻ്റെ ഗോളി പായുന്നുണ്ട്. ആയിരിക്കരാ
ഇതെന്തിങ്ങനെ സ്റ്റക്ക്? ഓക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗോൾ. നമുക്കപ്പോൾ ഗോൾ നോക്കാം. അപ്പോൾ വാൻ ബസ്റ്റനാണ് ഗോൾ അടിച്ചത്. എൻ്റെ ഹാളണ്ട് വാൻ ബസ്റ്റനാണ്. ST സ്ട്രൈക്കേഴ്സ് രണ്ടാളും 103 99 ആക്കിയതാണ്. 104 ആക്കാൻ ഹാളണ്ടിന് വേണ്ടി ഞാൻ 5 മാസമാണോ കട കൊടുത്തിട്ടും ഓനായിട്ട് വെറും റിസ്ക്. ഇങ്ങനെ ലാഗ് എല്ലാത്തിനും അടിച്ച് കൊല്ലാലോ. ഞാൻ സ്പ്രിൻ്റ് ഇതുവരെ അടിച്ചിട്ടല്ലോ. ഞാൻ അടിച്ചിനോപ്പാ ഇല്ല അല്ലേ, ഇല്ലയെന്നാ തോന്നുന്നത്. അപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ആ കാര്യം മറന്നുപോയി. അപ്പോൾ അടിച്ചു കൊള്ളും. എടാ കൊള്ളല കൊട്ട് ആളിന് ഏട്ടാ ശരിയായിട്ട് എന്ത് ഒടുക്കത്തെ ലാഗപ്പാ ഇത്. വേമ്പാ കമ്പനിക്കപ്പോൾ യെല്ലോ കാർഡ് കിട്ടിയേ. ചിലതുണ്ടാവും അവർ കളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. യെല്ലോ കാർഡെല്ലാം പിന്നെ ആയിരിക്കും നമുക്ക് അറിയുന്നത് കിട്ടീന്. എടാ നല്ലൊരു ഷോട്ട് വെച്ചിന്. അവരുടെ സെൻറ്റർ ബാക്ക് അത് തടഞ്ഞു. എടാ ലാഗ് ഭയങ്കര ലാഗ്. ഇപ്പോൾ ഫൗളാ? എന്ത് ഫൗള്? അപ്പോൾ ഓനെല്ലാം ആക്കീനല്ലോ. ഓക്കെ ഹാളണ്ടിനെ കുറച്ച് മുമ്പിലേക്ക് ഉണ്ടോ. അടിമോനെ ബസർ ആണ്ടി. ഹാളണ്ടിന് ഗോളടിക്കും 91 മിനിറ്റ് ആയാലും. കിട്ടി. അതാണ് ഹാളണ്ട്. ഓന് വേണമെങ്കിൽ ഓനെന്നെ എടുക്കുക. ഓനെ എടുക്കുന്ന ആരും കേൾക്കാനില്ല. അതാണ് ഹാളണ്ട്. അയ്യോ മോനെ സീനി പോയിരാ. ഇതാണെങ്കിൽ ഒടുക്കത്തെ ലാഗ്. ഇതെന്ത് ഇങ്ങനെ ആളുണ്ട് അടിച്ചത്. എടാ 5 എൻ്റെ അമ്മേ എന്തെല്ലാം ചോട്ടറിയോ വെച്ചിനെ. കിട്ടി. 1 മിനിറ്റ് റൊണാൾഡോ കിട്ടിയിട്ടുണ്ടായിരുന്നു. റൊണാൾഡിനൊക്കെ 1 മിനിറ്റ് മതിയായിരുന്നു. അല്ല 1 മിനിറ്റ് പോലും വേണ്ട, 10 സെക്കൻഡ് മതിയായിരുന്നു ഗോളടിക്കാൻ. സാറില്ല എന്തായാലും നമ്മൾ ജയിച്ചു 2-1. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇനിയും ചലഞ്ചുകൾ ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.